എന്താണ് ഞാൻ ഈ മുഖത്ത് വാരി തേച്ചത് എന്ന് നിങ്ങൾക്കറിയണോ? ഇത് സംഭവം വേറൊന്നുമല്ല, ഒരു സൺസ്ക്രീനാണ്. പക്ഷേ ഇത്രയും വൈറ്റ് കാസ്റ്റോ എന്ന് നിങ്ങൾ ചിന്തിക്കും. അതെ, ഇതൊരു മിനറൽ സൺസ്ക്രീനാണ്. മിനറൽ സൺസ്ക്രീൻസിന് നമ്മൾ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ കുറച്ച് വൈറ്റ് കാസ്റ്റ് കൂടുതലായിരിക്കും, പക്ഷേ പ്രൊട്ടക്ഷനും അതേപോലെ തന്നെ കൂടുതലായിരിക്കും. അപ്പോൾ എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയ ഒരു സൺസ്ക്രീൻ ആയതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തന്നത്. പിന്നെ എനിക്കും മിനറൽ സൺസ്ക്രീൻ ആയതുകൊണ്ട് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതിന് ഒലിച്ചു വരുമെന്നൊക്കെ ഉള്ളത്. അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇത് ഡെർമാറ്റ് റെക്കമെൻഡ് ആയിട്ടുള്ള ലാ ഷീൽഡ് എക്സ്പേർട്ട് അർബൻ പ്രൊട്ടക്ട് എന്ന് പറഞ്ഞൊരു സൺസ്ക്രീനാണ്. ഇത് പൊല്യൂഷൻ പ്രൊട്ടക്ഷനും കൂടെ തരുന്നുണ്ട് കേട്ടോ. നല്ലൊരു സൺസ്ക്രീനാണ്. അപ്പോൾ ഞാനിത് മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്ത് ഇങ്ങനെ ഒരു അലൂമിനിയം ഫോയിലുണ്ട്. അത് ഇളക്കി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടത്തോളും. അല്ലാതെ നിൽക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഞാനങ്ങനെ ശശിയായിരുന്നു ഗൈസ്. എന്നിട്ട് ഞാനിത് നമ്മുടെ കയ്യിലിട്ട് നോക്കിയിട്ട് എൻ്റെ ഒരു ടെക്സ്ചർ കാണിച്ചു തരാം. കയ്യിലിട്ട് അങ്ങനെ നോക്കിയിട്ടുണ്ടപ്പോൾ ഭയങ്കര വൈറ്റ് കാസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് നമ്മൾ ഇങ്ങനെയൊന്നും ആക്കി കഴിയുമ്പോഴത്തേക്ക് എന്താ പറയുക, പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നുണ്ടായിരുന്നു, ബ്ലെൻഡ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു 5 ദിവസം യൂസ് ചെയ്തതിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഈ പറയുന്നത്. 6ാമത്തെ ദിവസമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം എനിക്ക് അതുവരെ ബ്രേക്കൗട്ട്സോ കാര്യങ്ങളൊന്നും തന്നെ വന്നില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ ദിനചന്ദ്രൻ. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ സൺസ്ക്രീൻ ഞാൻ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ 2 ഫിംഗർ റൂളിലൊന്നും വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലെൻഡ് ചെയ്യാൻ അത്രത്തോളം ടൈം എടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം സത്യമാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യത്തെ ദിവസം അങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ, പണി പശുവും പാലി കിട്ടിയെന്ന് പറയാം. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ലടാ. ഇത് നമ്മളൊരു 6 ദിവസം ആയപ്പോഴത്തേക്ക് എടുത്ത ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതേ കണക്കാണ് ഞാൻ ഇച്ചിരി തന്നെ എടുത്തപ്പോൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ബ്ലെൻഡ് ചെയ്തപ്പോൾ തന്നെ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇത് വിയർക്കുമ്പോൾ അങ്ങനെ ഒലിച്ച് പോവുകയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന കാര്യം ആലോചിക്കുമ്പം ഉള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ കമ്പാരിറ്റീവ്ലി ബാക്കി മിനറൽ സൺസ്ക്രീൻസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടി ഈസിലി ബ്ലെൻഡ് ആവുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇത് സേഫാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. കെമിക്കൽ സൺസ്ക്രീൻസിൻ്റെ ഒരു കുഴപ്പം പറഞ്ഞു കേൾക്കുന്നത് നമ്മുടെ ഹോർമോൺസിനെയൊക്കെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നൊക്കെയാണ്. നമ്മൾ നന്നായിട്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ അതൊന്നും ഭയങ്കരമായിട്ട് നീക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കൂടുതലും കെമിക്കൽ സൺസ്ക്രീൻസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സൺസ്ക്രീൻ ആൽക്കഹോൾ ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്, സേഫ് ആണ് കേട്ടോ നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാൻ. പിന്നെ ഇത് സ്വെറ്റ് റെസിസ്റ്റൻ്റ് ആണ്, പിന്നെ ടാൻ ആവുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഡെർമാറ്റ് റെക്കമെൻഡഡ് സാധനമാണ്. എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ബ്രേക്കൗട്ട്സോ കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഈ പ്രോഡക്റ്റ് മേടിക്കാനായിട്ട് ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.